ഹലോ, നമുക്കിത് നല്ലൊരു മീറ്റ് ലോഫ് ഉണ്ടാക്കാനായിട്ട് മിൻസ് മീറ്റിൽ കുറച്ച് മുട്ടയും ബ്രെഡ് ക്രംസും വെളുത്തുള്ളിയും സവാളയൊക്കെ വഴറ്റിയതും സെലറിയും എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല മാഷ് പൊട്ടറ്റോ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഒന്ന് ബേക്ക് ചെയ്ത് ഒന്ന് ഹാഫ് കുക്കാവും നമ്മുടെ മീറ്റ്. അതിന് ശേഷം നമുക്കതിനകത്തോട്ട് ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കുക. ചീസ് സ്ലൈസ് വെച്ച് കൊടുത്തിട്ട് ഇനിയും നമുക്ക് ബേക്ക് ചെയ്യണം. പൊട്ടറ്റോയും മീറ്റും നമ്മൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചീസ് സ്ലൈസ് വെച്ച് ഒന്നും കൂടെ ഒന്ന് മെൽറ്റ് ആവുന്നതിന് ബേക്ക് ചെയ്യണം. അതിൻ്റെ കൂടെ നല്ല മൊരിഞ്ഞ ബേക്കണും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റിയാണ്. കുറച്ച് റിച്ചാണ് ഈ ഡിഷ്. പക്ഷേ ഇതെല്ലാം കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതൊരു ഫുൾ മീലാണ്. ഇതൊരു സാലഡും കൂടെ കഴിച്ചാൽ മതി. നല്ലൊരു മീലാണ്. എന്നിട്ട് ഞാൻ ഇതിനെ ഒന്ന് ബേക്ക് ചെയ്തെടുത്തു. അപ്പം ആ ചീസൊക്കെ നല്ല ഈവൺലി മെൽറ്റായിട്ട് ഇരിപ്പുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാം. ഗാർണിഷിനായിട്ട് ഞാൻ അതിനകത്തോട്ട് കുറച്ച് പാഴ്സ്ലി ലീവ്സ് ഇട്ട് കൊടുത്തു. നല്ല ഫൈൻ ചോപ്പ് ചെയ്ത പാഴ്സ്ലി ലീവ്സ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചെറിയ ഹൈ ഹീറ്റ് ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈസി ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. എന്നാൽ അകത്ത് ആ മീറ്റൊക്കെ നല്ല ജ്യൂസി ആയിരിക്കും. മുകളിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാനത് ഒരു പ്ലേറ്റിലോട്ട് വയ്ക്കുവാണ്. അപ്പോൾ മീറ്റൊക്കെ നല്ല ജ്യൂസി ആയിട്ടുള്ള മീറ്റും അതിൻ്റെ മുകളിൽ നല്ല ലോഡഡ് പൊട്ടറ്റോ വിത്ത് ചീസ് ബേക്കൺ നല്ലൊരു ലെയറുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ പാഴ്സലിയും ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ആ പിക്ചർ കാണാം, ആ മീറ്റൊക്കെ എത്ര ജ്യൂസിയാണെന്നുള്ളത്. ഇതിൻ്റെ കൂടെ ഞാനൊരു സാലഡ് സെർവ് ചെയ്യുന്നു. ഇത് ഒരു ഡിന്നറായിട്ടാണ് ഞങ്ങൾ സെർവ് ചെയ്തത്. അപ്പോൾ ഇത് ഒരു ഓർഡറിനനുസരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതിപ്പോൾ ഞങ്ങൾ വീട്ടിൽ വേറൊരു പ്ലേറ്റിൽ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ഞങ്ങളുടെ ഡിന്നർ ഇത് തന്നെയായിരുന്നു, അതുണ്ടാക്കി. ഇപ്പോൾ ഞാൻ ഓർഡറിന് 2 പോർഷൻ ഇന്നലെ കൊടുത്തിരുന്നു. അതാണ് ഇപ്പോൾ അതിനകത്തും ഇതുപോലെ തന്നെ 2 ഡിഷിൽ നമ്മൾ ഓർഡറിനുള്ളതും ഇതുപോലെ തന്നെ പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ റെസിപ്പി ഇതിനകത്ത് ഇട്ടേക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു വെറൈറ്റി ഫുഡാണ്. പിന്നെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും ഈ ഫുഡ്. ചെറിയ ചൂടോടുകൂടി ഇത് കഴിക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഫുള്ളായിട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.